നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാദമായ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി പൊളിച്ച സംഭവത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് ഒ.വി പ്രതികരിച്ചിരിക്കുകയാണ്. കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് സബ് കളക്ടർ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലൂടെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സമാധി പീഠം പൊളിക്കുന്നതിൽ. പക്ഷെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരമാണ് ഇന്ന് അത് പൊളിച്ചു മാറ്റുക എന്ന നടപടിയിലേക്ക് കടന്നത്. ഈ ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി പൊളിച്ചപ്പോൾ ഇരിക്കുന്ന നിലയിലായിരുന്നു ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറയിൽ കണ്ടെത്തിയത്. വാ തുറന്ന നിലയിലായിരുന്നു. വായിൽ ഭസ്മവും മൃതദേഹത്തിന്റെ നെഞ്ചുവരെ പൂജാ ദ്രവ്യങ്ങളും നിറച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. കോടതി വിധിയെ തുടർന്നാണ് ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഗോപന്റെ കല്ലറ തുറക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കോടതിയുടെ കൂടി നിർദ്ദേശത്തിലാണ് ഇന്ന് സമാധി പീഠം പൊളിക്കാൻ സാധിച്ചത്. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്നും സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണമെന്നും എന്തിനാണ് ഭയമെന്നും അടക്കമുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. എന്തായാലും സമാധി പീഠം പൊളിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ മൊഴി ശരിവെക്കുന്ന രീതിയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി കല്ലറയ്ക്ക് സമീപം മകൻ രാജസേനൻ പൂജ നടത്തിയിരുന്നു. ഗോപൻ സ്വാമി അടക്കം ചെയ്ത കല്ലറയിലെ സ്ലാബ് പൊളിച്ചു മാറ്റിയാണ് ഇന്ന് പരിശോധന നടത്തിയത്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബാരിക്കേഡ് വെച്ച് ആളുകളെ തടഞ്ഞിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നത്. പക്ഷേ ഇന്ന് അത്തരത്തിൽ യാതൊരു പ്രതിഷേധവും ഉണ്ടായില്ല. സമാധാനപരമായി തന്നെ ഈ ഒരു സമാധി പീഠം പൊളിക്കാൻ സാധിച്ചു എന്നതും വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. നാട്ടുകാരുടെ ആവശ്യപ്രകാരം, അതായത് നാട്ടുകാർ മാത്രമല്ല ചില ഉറ്റവരുടെ ആവശ്യപ്രകാരം ഈ ഗോപൻ സ്വാമിയുടെ മരണം തങ്ങൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്, ഈ സമാധി പീഠത്തിനുള്ളിൽ അദ്ദേഹം ഉണ്ടോ എന്നീ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന ഒരു ആവശ്യമാണ് പലരും ഉന്നയിച്ചത്. എന്തായാലും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സമാധി പീഠത്തിനുള്ളിൽ ഗോപൻ സ്വാമിയാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതൊരു ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ, അതായത് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഇതാരാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഒരു മൃതദേഹം ഗോപൻ സ്വാമിയുടെ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം, മറ്റു DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി വളരെയധികം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് മറ്റൊരു രീതിയിൽ ദുരുപയോഗപ്പെടരുത് എന്നത് ഒരു നിർണായകമായ ഘടകം തന്നെയാണ്.